അപ്പോൾ കാറിന്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. 2020 മുതൽ നോക്കിയാൽ തന്നെ ഈ എൻട്രി ലെവൽ കാറുകൾക്ക് ഏകദേശം ഒരു 90,000 രൂപയോളം കൂടിയിട്ടുണ്ട്. 90,000 രൂപ, അത് വലിയൊരു തുകയാണല്ലോ ചെറിയ കാറുകൾക്ക്. തീർച്ചയായും. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് സെയിൽസിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എങ്ങനെ? മാരുതിയുടെ തന്നെ കണക്കെടുത്താൽ ചെറിയ കാറുകളുടെ വിൽപ്പന 2024 സാമ്പത്തിക വർഷത്തിൽ അത് 9% കുറഞ്ഞു. ഓ. അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ആളുകൾക്ക് ചെറിയ കാർ മടുത്തു, വലിയ കാറാണ് വേണ്ടതെന്ന്. പക്ഷെ ഭാർഗവ പറയുന്നത് അതല്ല ശരിക്കുള്ള പ്രശ്നമെന്നാണ്. പിന്നെന്താണ്? താങ്ങാൻ പറ്റുന്നില്ല, അതാണ് പ്രധാന വില്ലൻ. വില താങ്ങാൻ പറ്റുന്നില്ല. ശരിയാണ്. അപ്പൊ ഒരു ചെറിയ കാറ് വാങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതെ, ഈ താങ്ങാനാവുന്ന ഓപ്ഷനുകൾ കുറഞ്ഞു വരുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതുതന്നെ. അത് നമ്മളെ അടുത്ത ഒരു പ്രധാന വിഷയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്: നികുതികൾ. നികുതി. ഈ താങ്ങാൻ പറ്റാത്ത അവസ്ഥയുടെ ഒരു വലിയ കാരണം ഒരുപക്ഷെ ഈ നികുതി ഭാരമായിരിക്കും, അല്ലേ? അതെ, പ്രധാന കാരണങ്ങളിലൊന്ന്. റോഡ് ടാക്സ് തന്നെ നോക്കാം. ഓരോ സംസ്ഥാനത്തും ഇത് ഓരോ കണക്കാണ്. അതുതന്നെ ഒരു അത്ഭുതമാണ്. ശരിയാണ്. കർണാടകയിലെ കാറിന്റെ എക്സ് ഷോറൂം വിലയില്ലേ, അതിന്റെ 14.43% വരെ റോഡ് ടാക്സ് ആയിട്ട് വരാം. 14% കൂടുതൽ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മഹാരാഷ്ട്രയിലാണെങ്കിൽ 7 തൊട്ട് 14% വരെ. ഡൽഹിയിൽ 4 മുതൽ 12.5% വരെ. അതായത് ഒരു 10 ലക്ഷത്തിന്റെ കാറ് വാങ്ങുമ്പോൾ വെറും റോഡ് ടാക്സ് ആയിട്ട് മാത്രം നിങ്ങൾ 70,000 രൂപ മുതൽ ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ഒറ്റയടിക്ക് കൊടുക്കണം. ഇത് വലിയൊരു തുകയാണല്ലോ ഒറ്റയടിക്ക് കൊടുക്കാൻ. അതെ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ പല സ്റ്റേറ്റിലും ഒരു ഫ്ലാറ്റ് ഫീ ആണ്, ഒരു നിശ്ചിത തുക, അല്ലാതെ വിലയുടെ ശതമാനമല്ല.